വെടിനിർത്തൽ കരാറൊക്കെ പ്രാബല്യത്തിൽ വന്നു. പക്ഷേ ഇന്നലെ തന്നെ ഒരു 4 മണിക്കൂറിൻ്റെ ഇടവേളയിൽ ആ കരാർ ലംഘിക്കപ്പെട്ടത് നമ്മൾ കണ്ടു. ഇന്ന് കൂടിയാലോചനകളും ചർച്ചകളും ഒക്കെ ഡൽഹി കേന്ദ്രീകരിച്ച് ഇന്നും നടക്കുന്നുണ്ട്. ഇന്നലെ നടന്ന സംഭവങ്ങളിൽ സേനാ മേധാവിമാരുടെ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ഒരു പ്രസ് മീറ്റ് ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയില്ല. അതിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല ഇനി മറ്റെന്തെങ്കിലും തരത്തിൽ നമ്മുടെ പ്രതിരോധ വിദേശകാര്യ മന്ത്രാലയങ്ങളിൽ നിന്ന് ആരെങ്കിലും ഇന്ന് കൂടുതൽ വിശദീകരണങ്ങൾ നൽകുന്നുണ്ടോ? ഇവാക്യുവേഷൻ നടപടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് തിരികെ, അതായത് ആളുകൾക്ക് തിരികെ അവരുടെ സ്ഥലങ്ങളിലേക്ക് എത്താനുള്ള ഒരു അന്തരീക്ഷത്തിലേക്കൊക്കെ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനി വരും മണിക്കൂറുകളിലാവും വ്യക്തത വരിക. അപ്പോൾ ഇതുവരെ സംഭവിച്ച സംഭവ വികാസങ്ങളിൽ വളരെ വിശദമായ വിശകലനത്തിനായി നമുക്കൊപ്പം വിദേശ പ്രതിരോധ കാര്യ വിദഗ്ധൻ ശ്രീ AM ഷിനാസ് ചേരുന്നുണ്ട്. ശ്രീ AM ഷിനാസ്, നമസ്കാരം, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. നമസ്കാരം. ശ്രീ AM ഷിനാസ്, ഇതിലിപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടതുപോലെ വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നു. അതിനുശേഷം ആ കരാർ ലംഘിക്കപ്പെട്ടത് നമ്മൾ കണ്ടു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കു ശേഷം വളരെ സമാധാനമായിട്ട് ഒന്ന് ചിരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ആശ്വസിക്കാനോ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ ഇന്ത്യൻ ജനത കണ്ണു തുറന്നൊരു ദിവസമാണ്. എന്ത് തോന്നുന്നു നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ? വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് സ്വാഗതാർഹമാണ്. ഏതാണ്ട് 90 മണിക്കൂർ നീണ്ട യുദ്ധം എന്ന് തന്നെ പറയാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അടുത്ത കാലത്തൊന്നും അങ്ങനെയൊരു എസ്കലേഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇരു ഭാഗത്തിനും, പ്രത്യേകിച്ച് പാകിസ്ഥാന് ബോധ്യമായി ഇത് ഇനിയും നീണ്ടുപോയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നുള്ള സ്ഥിതി. കാരണം ഇന്നലെയോ അതോ ഇന്നലെ രാത്രിയല്ല, മെനിയാന്നാണെന്ന് തോന്നുന്നു, ഡൽഹി ലക്ഷ്യമാക്കി പാകിസ്ഥാൻ്റെ ഹൈപ്പർസോണിക് മിസൈലായ ഫത്ത 2 എന്ന മിസൈൽ അയച്ചിരുന്നു. അതിനെ ഇന്ത്യൻ സൈന്യം ഇൻ്റർസെപ്റ്റ് ചെയ്യുകയും ഹരിയാനയിലെ സിർസയിൽ വീഴ്ത്തുകയും ചെയ്തു. അത് വലിയൊരു എസ്കലേഷനായിട്ടാണ് ഇന്ത്യ കണ്ടത്. അതോടെ ഇന്ത്യ പാകിസ്ഥാനിലെ വളരെ പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങൾ ആക്രമിച്ചു. അതിൽ വലിയ തോതിൽ നാശനഷ്ടമുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോഴാണ് ഇന്നലെ രാവിലെ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ അസീം മുനീറിനെ വിളിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ട്രംപ് എഴുതിയതുപോലെ ഒരു ഫുൾ നൈറ്റ്, ഒരു രാത്രി മുഴുവൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദേശകാര്യമന്ത്രി S ജയശങ്കർ, അജിത് ഡോവൽ, അതുപോലെ തന്നെ പാകിസ്ഥാനിലെ അസീം മാലിക്കാണ് ISIയുടെ മേധാവി, അദ്ദേഹമാണ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ. അതുപോലെ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, ഇവരൊക്കെ ആയിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നിർണായകമായ ചർച്ച വാസ്തവത്തിൽ ഈ മാർക്കോ റൂബിയോയും അസീം മുനീറും തമ്മിൽ നടന്നതായിരിക്കും. കാരണം പാകിസ്ഥാൻ വാസ്തവത്തിൽ ഒരു 3 യുദ്ധമുഖങ്ങൾ ഉണ്ട്. വാസ്തവത്തിൽ 2 പാകിസ്ഥാനകത്ത്, അതായത് ബലൂചിസ്ഥാനിൽ നമുക്കറിയാം ഏതാണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു ബസ് ബോംബാക്രമണത്തിൽ തകർത്ത് ബലൂച്ച് ലിബറേഷൻ ആർമി 7 പാക് സൈനികരെ വധിച്ചത്. അതിന് മുമ്പ് ഏതാണ്ടൊരു 5-8 ദിവസം മുമ്പ്, അത് കഴിഞ്ഞ് ലാഹോറിലോ എങ്ങാനും പാക് സൈനികരെ വധിക്കുകയുണ്ടായി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബസ് ബോംബാക്രമണത്തിൽ 10 പാക് സൈനികരാണ് കൊല്ലപ്പെട്ടത്. മാർച്ച് മധ്യത്തിൽ ജാഫർ ഷെരീഫ് എന്ന ട്രെയിനിൽ നടത്തിയ കൂട്ടക്കൊലയിൽ 26 പേരിൽ 18 പേരും പാക് സൈനികരായിരുന്നു. ബലൂചിസ്ഥാൻ്റെ ആസ്ഥാനമായ ക്വറ്റയിൽ പാക് പതാക താഴ്ത്തുന്നിടത്തോളം എത്തി. ബലൂച്ച് നാഷണലിസം അതിന് കുറച്ച് കാലം പഴക്കമുണ്ട്. അപ്പോൾ ബലൂചിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ പരാതികളുണ്ട് അവർക്ക്. ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ്. അത് ധാതു സമ്പന്നമായ പ്രവിശ്യയാണ്, സമ്പന്നമാണ്. എന്നാൽ ബലൂചിസ്ഥാനാണ് പാകിസ്ഥാനിലെ 4 പ്രവിശ്യകളിൽ ഏറ്റവും അവികസിതമായ പ്രവിശ്യ. അത് ഏത് തരത്തിൽ നോക്കിയാലും, സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഒക്കെ. അപ്പോൾ ഈ ധാതു സമ്പത്ത് ഫോറിൻ കമ്പനികൾക്കും
കൊടുക്കുന്നു. അതുപോലെ തന്നെ മറ്റ് പ്രവിശ്യകളുടെ വികസനത്തിനായി ഉപയോഗിക്കുന്നു. ബലൂചിസ്ഥാൻ്റെ പല കാര്യങ്ങളിലും അവർക്ക് ഗ്രീവൻസസ് ഉണ്ട്. അപ്പോൾ ബലൂചിസ്ഥാൻ വിഘടനവാദം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു ബംഗ്ലാദേശിൻ്റെ 71 ബംഗ്ലാദേശ് സാഹചര്യത്തിൻ്റെ ഒരു പതിപ്പാണ്. അതേപോലെ വടക്കൻ പടിഞ്ഞാറൻ പ്രവിശ്യയിൽ ഖൈബർ പഖ്തൂൺഖ്വ, ആ പ്രവിശ്യയിൽ പാക് താലിബാൻ പാക് സൈന്യത്തിനെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങിയിട്ട് കുറേയായി. അപ്പോൾ ഈ 2 പ്രവിശ്യകളെയും അവിടെ വാസ്തവത്തിലൊരു യുദ്ധമുഖം തന്നെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. അതിനു പുറമെ പാകിസ്ഥാൻ്റെ സാമ്പത്തിക സ്ഥിതി പരമദയനീയമാണ്. ഇപ്പോൾ ഇന്നലെയാണ് പാകിസ്ഥാന് $1 ബില്യൺ $100 കോടി IMF അനുവദിച്ചത്. അത് തന്നെയാണ് ഈ സാമ്പത്തികമായി തകർന്നടിഞ്ഞിട്ടും അല്ലെങ്കിൽ ആ രാജ്യത്തിനുള്ളിൽ നിന്ന് അകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ നട്ടം തിരിയുമ്പോഴുമാണ് ഇന്ത്യക്കെതിരെ ഈ ഒരു പ്രകോപനം തീർത്തുകൊണ്ടിരിക്കുന്നത്. ഈ ശ്രീ ഷിനാസ് ഈ പറഞ്ഞതുപോലെ ഈ നമ്മൾ ഇന്നലെ വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നു. 3:35 ആ ഒരു കരാറിലേക്ക് എത്തുകയാണ്. 5 മണിയോടുകൂടി സമ്പൂർണ്ണ വെടിനിർത്തൽ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. പക്ഷേ ആ ഒരു തീരുമാനം വന്ന് 3-4 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ വീണ്ടും ആ ഒരു കരാർ ലംഘനമാണ് നമ്മൾ കണ്ടത്. ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ത്യ ഒരുപാട് കരാറുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ കരാറുകളൊക്കെ പാകിസ്ഥാൻ തന്നെ ലംഘിക്കുന്നത് കാലാകാലങ്ങളായി നമ്മൾ കണ്ടുവരികയുമാണ്. ശ്രീ ഷിനാസ് അങ്ങ് പറഞ്ഞതുപോലെ ഇപ്പോൾ അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ഈ സാധാരണ ഒരു രാജ്യത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറി മറ്റൊരു രാജ്യത്തേക്ക് ചെന്നാൽ അവർ പരസ്പരം കാണുക അവിടുത്തെ വിദേശകാര്യ മന്ത്രിയെയോ അല്ലെങ്കിൽ അവിടുത്തെ വിദേശകാര്യ സെക്രട്ടറിയോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി കണ്ടത് അവിടുത്തെ സൈനിക മേധാവി അസിം മുനീറിനെയാണ്. അപ്പോൾ അസിം മുനീറിനോട് വെടിനിർത്തൽ കരാർ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇതിലേക്ക് എത്തുകയാണ് എന്ന കാര്യം നേരിട്ടറിയിച്ചിട്ടും പിന്നീടും എങ്ങനെയാണ് അതിർത്തിയിൽ ഈ വെടി പൊട്ടിയത്, അതിർത്തി കടന്ന് പിന്നീടും എങ്ങനെയാണ് ഡ്രോൺ വന്നത് എന്ന കാര്യത്തിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇവർ പറയുന്നത് ഇവർ കറക്റ്റായിട്ട് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നില്ല എന്നൊരു കാര്യം പറയുന്നു. അതിൽ ഒരു വിശദീകരണം കൂടി വരേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഈ അമേരിക്ക ഇടപെട്ടിട്ടും പാകിസ്ഥാൻ വീണ്ടും ആ ഒരു കരാർ മണിക്കൂറുകളുടെ ഇടവേളയിൽ ലംഘിച്ചുവെങ്കിൽ അത് പാകിസ്ഥാനിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും ശ്രീ ഷിനാസ്? അത് അത്ഭുതകരമാണ്. കാരണം ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി മിസ്രി 5 മണി മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു എന്ന് പ്രഖ്യാപിച്ചതാണ്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ അതിർത്തി കടന്നുള്ള യാതൊരു പ്രകോപനവും ഉണ്ടായില്ല. അതേസമയം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. 2 സാധ്യതകളാണ് നമുക്ക് ഊഹിക്കാവുന്നത്. ഒന്നുകിൽ അതിർത്തിയിലുള്ള പാക് സൈനിക യൂണിറ്റുകളിൽ ചിലതിന് ഈ വിവരം വളരെ കണിശമായി കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ഊഹിക്കാം. അല്ലെങ്കിൽ പാക് സൈന്യത്തിൽ അതിതീവ്ര ഇന്ത്യ വിരുദ്ധ വികാരം വെച്ചു പുലർത്തുന്ന ഒരു വിഭാഗം ഉണ്ടാകാം. അവർ എന്നാൽ ഏതായാലും സീസ് ഫയർ ആയില്ലേ, പിന്മാറാൻ പോകുന്ന പോക്കിൽ 2 കൂടി കൊടുത്തേക്കാം ഇന്ത്യക്ക് എന്ന മട്ടിൽ പെരുമാറിയിരിക്കാം. ഏതായാലും അതിൻ്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല. വാസ്തവത്തിൽ ഇത് പാകിസ്ഥാൻ നിർബന്ധിതമാവുകയായിരുന്നു. കാരണം ഇന്ത്യയും പാകിസ്ഥാൻ എന്തായിരുന്നു വിചാരിച്ചത് 2016 ഉറിയിൽ 2016 സെപ്റ്റംബറിൽ ഭീകരാക്രമണം നടന്നു. അതിന് മറുപടി എന്നോണം നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. 2019 ഫെബ്രുവരി 14 പുൽവാമയിൽ പാകിസ്ഥാൻ 40 CRPF ജവാന്മാരെ വധിച്ചു. അതിന് പ്രത്യുത്തരമായി ഇന്ത്യൻ സൈന്യം ബാലക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകര പരിശീലന ക്യാമ്പിനെ ആക്രമിച്ച് തകർത്തു. അതിൽ 10-12ഓളം മിറാഷ് വിമാനങ്ങൾ, മിഗ് വിമാനങ്ങളുണ്ടായിരുന്നു. മിഗ് വൈമാനികനായിരുന്ന ഇന്ത്യൻ വൈമാനികനെ പാകിസ്ഥാൻ പിടികൂടി. അപ്പോഴും പാകിസ്ഥാൻ വിചാരിച്ചിരുന്നത് ഇങ്ങനെ പഹൽഗാമിൽ 26 പേരെ മതം നോക്കി വേർതിരിച്ച് വളരെ സങ്കുചിതമായി വർഗീയമായി കൂട്ടക്കൊല ചെയ്തപ്പോൾ ഉറിയിലെ പോലെയോ അല്ലെങ്കിൽ പുൽവാമയിലെ പോലെയോ ഉള്ള ഒരു മറുപടിയാണ് അവരാഗ്രഹിച്ചത്. പാകിസ്ഥാൻ അങ്ങനത്തെ ഒരു മറുപടി, അങ്ങനത്തെ ഒരു ചെറു യുദ്ധം, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വാർ ആഗ്രഹിച്ചിരുന്നു. കാരണം ഈ അസീം മുനീറിന് പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടണം. അസീം മുനീർ എന്ന പട്ടാള മേധാവിയാവട്ടെ വളരെ അൺപോപ്പുലറുമാണ് പാകിസ്ഥാനിൽ.
അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ, നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ, ഇമ്രാൻഖാനിനെ ജയിലിലടക്കുന്നതിൽ, അദ്ദേഹത്തെയും ഭാര്യയെയും ജയിലിലടക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് അസീം മുനീറാണ്. ഇമ്രാൻഖാനിൻ്റെ പാർട്ടിക്ക് ഇപ്പോഴും പാകിസ്ഥാനിൽ നല്ല പോപ്പുലാരിറ്റി ഉണ്ട്, ഇമ്രാൻഖാനുമുണ്ട്. അപ്പോൾ ഈ മട്ടിൽ രാഷ്ട്രീയ അസ്ഥിരത, രാജ്യത്തിൽ നിലനിൽക്കുന്ന മറ്റ് രീതിയിലുള്ള കാലുഷ്യങ്ങൾ, ഇതിൽ നിന്നൊക്കെ ജനശ്രദ്ധ തിരിച്ചുവിടാൻ പഹൽഗാമിൽ ഇത്തരമൊരു ആക്രമണം ആസൂത്രണം ചെയ്തത് അസീം മുനീർ തന്നെയാണ്. അദ്ദേഹം മുൻ സൈനിക മേധാവിയായിരുന്ന ഖമർ ജാവേദ് ബജ്വയുടെ കാലത്ത് ISI മേധാവിയായിരുന്നു. അപ്പോൾ അസീം മുനീർ ഏപ്രിൽ 12-ന് പഹൽഗാം ആക്രമണം നടക്കുന്നത്. ഏപ്രിൽ 16-ന് പാകിസ്ഥാനിൽ ഒരു പ്രമുഖ യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിൽ, ആ പ്രസംഗം നമ്മളൊക്കെ വായിച്ചതാണ്, ദ്വിരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ട് വെച്ചു. അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരിക്കലും ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല. കാശ്മീർ എന്നത് പാകിസ്ഥാൻ്റെ കഴുത്തിലെ ജുഗുലാർ വെയിനാണ് എന്നൊക്കെ പറഞ്ഞു. ജുഗുലാർ വെയിൻ ഏറ്റവും പ്രധാനപ്പെട്ട വെയിനാണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വെയിൻ കിടക്കുന്നത് പകുതി പാക് അധിനിവേശ കാശ്മീരിലും പകുതി ഇന്ത്യയിലുമാണ്. ഇന്ത്യയുടെ ഭാഗമായ അവിച്ഛിന്ന ഭാഗമായ കാശ്മീരിലുമാണ്. അപ്പോൾ ഈ കാശ്മീർ എന്നത് ഒരു ചരിത്രാധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാൻ പാകിസ്ഥാൻ കരിക്കുലം, അത് സ്കൂൾ പാഠ്യ പദ്ധതിയിൽ തന്നെ ഈ കാശ്മീരിനെ കുറിച്ചുള്ള അധ്യായം ഈ ജഗുലാർ വെയിനാണ്. കാശ്മീർ എന്ന് പറഞ്ഞാൽ അത്രയും അഭേദ്യമായ അവിച്ഛിന്നമായ ഭാഗമാണ് പാകിസ്ഥാൻ്റേത്. അത് കാശ്മീർ പാകിസ്ഥാനോട്, ഇന്ത്യയുടെ ഭാഗമായ കാശ്മീർ പാകിസ്ഥാനോട് ചേർക്കുകയാണ് പാകിസ്ഥാൻ്റെ പരമപ്രധാനമായ ദൗത്യങ്ങളിലൊന്ന്. അതൊരു കമ്പൽസറി സ്റ്റഡി, അതായത് നിർബന്ധമായും പഠിക്കേണ്ട പാഠഭാഗമാണ് സ്കൂൾ തലം തൊട്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മസ്തിഷ്ക പ്രക്ഷാളനം കാശ്മീരിനെ സംബന്ധിച്ച് ഷിനാസ് ഈ പറഞ്ഞതുപോലെ ഈ അസിം മുനീറിന്റെ പദവി പോലും അവിടെ ചോദ്യം ചെയ്യപ്പെട്ട് തുടങ്ങി, അദ്ദേഹത്തിനെതിരെ സൈനിക അട്ടിമറി വരുന്നു എന്ന വാർത്തകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയില്ല, സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടുമില്ല. ശ്രീ ഷിനാസ് ഈ പറഞ്ഞതുപോലെ ഈ മറ്റൊരു കാര്യം, ഇപ്പോൾ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. ഇപ്പോൾ 2 രാജ്യങ്ങളും ശാന്തമാണ്. 2 രാജ്യത്തെയും ജനതയും ആശങ്കയൊക്കെ വിട്ടൊഴിഞ്ഞ് നിൽക്കുന്ന ഒരു പകലിലാണ് നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോഴും നമ്മൾ ഈ തുടങ്ങി വച്ച നയതന്ത്ര നടപടികൾ, ഇതിലിനി എങ്ങനെയാകും ഒരു മുന്നോട്ട് പോക്ക്? ഇതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതാണെങ്കിലും അട്ടാരി അതിർത്തി അടച്ചതാണെങ്കിലും ഇതിലൊക്കെ ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും ഒരു തുടർ നടപടി ഉണ്ടാവുക? 12-ാം തീയതി 12 മണിക്ക് ചേരുന്ന ചർച്ചയിൽ ഇത് സംബന്ധിച്ച ആലോചനകളൊക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമോ? പന്ത്രണ്ടാം തീയതി തുടങ്ങുന്ന ചർച്ചയിൽ പാകിസ്ഥാൻ ഏറ്റവും ആദ്യം ഉയർത്താൻ പോകുന്നത് സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യ മരവിപ്പിച്ചല്ലോ, അതിന് ആ പ്രശ്നമായിരിക്കും ഉയർത്താൻ പോവുക. കാരണം ഈ സിന്ധു നദീജല ശൃംഖലയിൽ 3 നദികൾ, ചെനാബ്, ജലം, അതുപോലെ സിന്ധു, അത് പാകിസ്ഥാൻ 1960-ൽ ലോകബാങ്കിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ കരാർ നിലവിൽ വന്നത്. 65-ലെ യുദ്ധം, 71-ലെ യുദ്ധം, 99-ലെ കാർഗിൽ യുദ്ധം, മറ്റെല്ലാ ആ രീതിയിലുള്ള എല്ലാ യുദ്ധങ്ങളെയും അതിജീവിച്ച കരാറാണ് സിന്ധു നദീജല കരാർ. കാരണം അത് നമ്മൾ നോക്കുമ്പോൾ വാസ്തവത്തിൽ പാകിസ്ഥാൻ്റെ കൃഷി ചെയ്യുന്ന ഭൂമിയുടെ കൾട്ടിവേറ്റഡ് ലാൻഡ്, അതായത് 16 മില്യൺ ഹെക്ടേഴ്സ് വരും. അപ്പോൾ ഏതാണ്ട് 93% കൾട്ടിവേറ്റഡ് ലാൻഡ് ഈ സിന്ധു നദീജല ശൃംഖലയുമായി ആശ്രയിച്ചാണ് കിടക്കുന്നത്. അതുപോലെ പാകിസ്ഥാൻ്റെ ജലസേചനത്തിൻ്റെ 80% ഈ സിന്ധു നദീജല ശൃംഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പാകിസ്ഥാൻ്റെ GDP-യുടെ 25% പ്രദാനം ചെയ്യുന്നത് ഈ സിന്ധു നദീജല ശൃംഖലകളാണ്. അപ്പോൾ മാത്രമല്ല, പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായ ലാഹോർ, കറാച്ചി, മുൾട്ടാൻ, ഈ 3 നഗരങ്ങളും സിന്ധു നദീജല ശൃംഖലകളെ പൂർണ്ണമായും ആശ്രയിച്ചാണ് ജലാശ്രയത്തിലാണ് നിലനിൽക്കുന്നത്. ഇങ്ങനെ ഈ ഒരു സംഭവം അത് പാകിസ്ഥാൻ മുമ്പ് പറഞ്ഞിരുന്നു, സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് അല്ലെങ്കിൽ പൂർണ്ണമായും റദ്ദാക്കുന്നത് യുദ്ധ സമാനമാണെന്ന്. ഇതവർ ഏതായാലും ഉയർത്തും. അപ്പോൾ ഇന്ത്യ മാനുഷിക പരിഗണനയുണ്ടതിൽ.
കാരണം എന്താണെന്ന് വെച്ചാൽ മില്യൺസ് ഓഫ് ഫാമേഴ്സ് പാകിസ്ഥാനിൽ ഈ സിന്ധു നദീജല ഉടമ്പടിയെ ആശ്രയിച്ച് ഉപജീവനം അവർ ജീവിച്ചു പോരുന്നുണ്ട്. അപ്പോൾ അതിനൊരു മാനുഷിക തലമുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഇനി എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമോ അതിനനുസരിച്ച് ശ്രീ എം ശിനാസ് തന്നെയാണ് നമ്മളും നോക്കുന്നത്. ഇനി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിലപാട് എന്തായിരിക്കും ഇനി പാകിസ്ഥാൻ എടുക്കുന്ന ഒരു സമീപനം? കാരണം ഈ തിരിഞ്ഞും പിരിഞ്ഞും ഒന്നും നോക്കട്ടമില്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഉണ്ടാക്കുന്ന കരാറൊക്കെ ലംഘിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ ഇനി പാകിസ്ഥാന്റെ നിലപാടുകളാണ് നമുക്ക് അറിയേണ്ടത്. വളരെയധികം നന്ദി ശ്രീ ഷിനാസ്, നമുക്കൊപ്പം ചേർന്നതിനും അങ്ങ് സംസാരിച്ചതിനും. അങ്ങയ്ക്ക് ഒരു നല്ലൊരു ദിവസം കൂടി ആശംസിക്കുക.